ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 21-ാം തിരുവചനം. യേശു ശിഷ്യന്മാരോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. സന്തോഷമുള്ളവരിൽ സ്നേഹം നിലനിൽക്കും. യേശു പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാർ സ്വീകരിച്ചുകൊണ്ട് അവര് ഇറങ്ങിത്തിരിക്കുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശുവിനെ കണ്ട സന്തോഷത്തിൽ അവര് സ്നേഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്നേഹം എന്നത് നൽകുന്നതാണ്, അല്ലെങ്കിൽ കൊടുക്കുന്നതാണ്. ഇഷ്ടം എന്ന് പറയുന്നത് അത് സ്വീകരിക്കൽ മാത്രമാണ്. സ്നേഹം നൽകുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും. ദമ്പതികളുടെ ജീവിതത്തിൽ സ്നേഹം സ്വീകരിക്കുന്നത് അത് തെറ്റല്ല. പക്ഷേ സ്നേഹം ഞാൻ എടുക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് കാമമായി മാറും. സ്നേഹം നൽകുന്നതാണ്, സ്നേഹം സ്വീകരിക്കുന്നതാണ്. ഈശോ നമ്മളോട് സ്നേഹം കാണിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോ തൻ്റെ ജീവൻ വെടിഞ്ഞാണ് സ്നേഹിച്ചത്. ദമ്പതികളും പരസ്പരം തൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ അവർ എത്രമാത്രം സ്നേഹം നൽകാവോ അത്രമാത്രം സ്നേഹം നൽകി കുടുംബത്തിൽ ഊടും പാവുമായി മാറുകയാണ്. അവരുടെ സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു വെക്കുക, സ്വർഗീയ പിതാവിൻ്റെ പ്രവൃത്തിയാണ് കുടുംബജീവിതത്തിൽ മാതാപിതാക്കന്മാർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദമ്പതികൾ പങ്കുകാരാവുകയാണ്. ദൈവം അംഗീകരിച്ചതാണ്. ഈശോ മിശിഹായിൽ ആശീർവദിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൽ സംയോജിപ്പിക്കപ്പെട്ടതാണ് ഓരോ വിവാഹവും. പിതാവിൻ്റെ അംഗീകാരവും പുത്രൻ്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിൻ്റെ ഒന്നിച്ചേരലും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ,
സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയും, സംതൃപ്തി ഉണ്ടെങ്കിൽ സമാധാനമുണ്ടാകും, സമാധാനമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും, സന്തോഷമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകും. സ്വാർത്ഥയുടെ സ്നേഹമല്ല, നൽകുന്ന സ്നേഹമാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, വിശുദ്ധമായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.